ഒരു സൈക്കിൾ റൈഡ് ആയാലോ? അടഞ്ഞു കിടന്ന വാതിലുകളെല്ലാം തട്ടി തുറന്നുകൊണ്ട് ഞാനൊരു യാത്രയ്ക്ക് ഒരുങ്ങി. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എൻ നൻപൻ എൻ മയിൽ വാഹനവും റെഡി. വളഞ്ഞും പൊളഞ്ഞുമുള്ള യാത്രയായിരുന്നു എന്റെ സൈക്കിളിന് ഇഷ്ടം. ഒറ്റ കയ്യിൽ വീഡിയോ എടുക്കാമെന്ന് എന്റെ കോൺഫിഡൻസ് അതോടെ പോയി. ഒരു സൈഡിൽ കൂടെ സൈക്കിളിനെ പറഞ്ഞ് മനസ്സിലാക്കി വന്നപ്പോൾ മറു സൈഡിൽ കൂടെ റോഡിനെ നോക്കി കൊഞ്ഞണം കുത്തി. പറ്റുമെങ്കിൽ നീ എന്നെ ഒന്ന് നന്നാ. ഇവിടെ വോട്ട് എണ്ണിക്കൊണ്ട് പോയവർ നോക്കിയിട്ട് സാധിക്കുന്നില്ല, പിന്നല്ലേ ഈ ഞാൻ. നീണ്ട പരാക്രമത്തിനൊടുവിൽ ഹൈവേ എന്ന് പരാമർശിക്കപ്പെടുന്ന ഒരു റോഡിലേക്ക് മുക്കിയും മൂളിയും ഇരുന്നും കിടന്നും മുക്കറയിട്ട് ഞാൻ സൈക്കിൾ ചവിട്ടി. പണ്ടാരോ പറഞ്ഞ പോലെ എനിക്കും വയസ്സായി, എന്റെ സൈക്കിളിനും വയസ്സായി. അങ്ങനെ ചവിട്ടി ചവിട്ടി ലക്ഷ്യസ്ഥാനത്ത്. ഇന്നിവനാണ് എന്റെ സഹായി. അല്ല, ഇപ്പൊ എന്തിനാ സൈക്കിൾ എടുത്തോണ്ട് ഇറങ്ങിയത്? മാങ്ങ കഴിക്കാൻ. എനിക്ക് പണ്ടേ നല്ല രാശിയായതുകൊണ്ട് എന്നും മാങ്ങ കിടക്കുന്ന മാവിന്റെ ചുവട്ടിൽ ഇന്നാകെ കിട്ടിയത് 2. പണ്ടേ ഒരു പരോപകാരി ആയതുകൊണ്ട് എന്റെ സങ്കടം കണ്ടിട്ടാവാം ഒരു തോട്ടിയെടുത്ത് 5-6 മാങ്ങ അവൻ കുലുക്കിയിട്ട് തന്നു. കിട്ടേണ്ട താമസം ഒരു മാങ്ങ എടുത്ത് കഴുകി ഞാനും അങ്ങ് കഴിച്ചു. ഓടി വന്ന കുഞ്ഞിന് പോലും മാങ്ങ കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു. പോയ സമയരാശിയൊക്കെ നല്ലതായതുകൊണ്ട് സൂര്യനും അസ്തമിച്ചു. പിന്നെ കിട്ടിയ മാങ്ങയും ചാക്കിലാക്കി എല്ലാവർക്കും ബൈ ബൈ ടാറ്റായും പറഞ്ഞ് വീട്ടിലോട്ടൊരു യാത്ര. സൈക്കിളിലായതുകൊണ്ടാവാം നാട്ടുകാരെന്നെ ഒരു നികൃഷ്ട ജീവിയെ പോലെ നോക്കി കണ്ടു. ശേഷം വെട്ടാൻ വെട്ടുകത്തി വന്നിരിക്കുന്ന അമ്മയെ സോപ്പിടാൻ ഒരു ചാക്ക് മാങ്ങ കൊടുത്തു. അപ്പൊ ബൈ ബൈ ടാറ്റ.